സ്വാഗതം. നമ്മളിന്ന് വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ എന്നാൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരധ്യായം സൂറ അൽ അസ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ഒരു പ്രഭാഷണമുണ്ട് ഇതിനെക്കുറിച്ച്. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. തീർച്ചയായും. വെറും മൂന്ന് ആയത്തുകൾ, പക്ഷേ മനുഷ്യജീവിതത്തെക്കുറിച്ച് എന്തോരം കാര്യങ്ങളാണ് പറയുന്നതല്ലേ? നമുക്കൊന്ന് നോക്കാം. അതെ, ഇതിന്റെ പ്രാധാന്യം പണ്ടേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിയെ പോലുള്ളവർ പറഞ്ഞതായിട്ട് കാണാം. ഖുറാനിൽ ഈ ഒരു അധ്യായം മാത്രം മതിയായിരുന്നു മനുഷ്യർക്ക് ചിന്തിക്കാനെന്ന്. അത്രയ്ക്ക് ഗഹനമാണ്. അതെന്താ അത്ര പ്രാധാന്യം വരാൻ കാരണം? ഇത്ര ചെറുതായിട്ടും? കാരണം ഇത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവന്റെ ഒരു യാഥാർത്ഥ്യം. ആ അവസ്ഥ അതെന്താണ്? സൂറത്ത് തുടങ്ങുന്നത് തന്നെ കാലം സാക്ഷി മനുഷ്യൻ നഷ്ടത്തിൽ തന്നെ എന്നാണല്ലോ. ഈ നഷ്ടം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ പറയുന്ന പൈസ പോകുന്നതോ അതോ? അല്ലല്ല, അതൊരു പ്രധാന പോയിന്റാണ്. ഇവിടെ ഈ നഷ്ടം എന്ന് പറയുന്ന വാക്ക് ഹുസ്ർ, അത് വളരെ വിശാലമായ അർത്ഥത്തിലാണ്. അതായത് വെറും സാമ്പത്തിക നഷ്ടമല്ല. മനുഷ്യൻ ഈ ലോകത്ത് എന്ത് തന്നെ നേടിയാലും, ചിലപ്പോ പണം, സ്ഥാനം, പ്രശസ്തി എന്തുമാവട്ടെ, അവന്റെ ഉള്ളിലൊരു പൂർണ്ണതയില്ലായ്മ, ഒരു തൃപ്തിക്കുറവ്, അത് ബാക്കിയുണ്ടാവും. ശരിയാണ്. പൂർത്തിയാവാത്ത ആഗ്രഹങ്ങൾ, എത്താൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ, ഈ യാഥാർത്ഥ്യവും നമ്മുടെ പ്രതീക്ഷകളും തമ്മിലുള്ള ഒരു വിടവ്, ഇതൊക്കെയാണ് ഈ ഹുസ്ർ. ചരിത്രം നോക്കിയാൽ കാണാം, എത്ര വലിയ ആളുകൾക്കും ഈ ഒരു തോന്നല് ഉണ്ടായി കാണും. ശരിയാണ്. മൗലാനയുടെ പ്രഭാഷണത്തിൽ തന്നെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ. കോടീശ്വരനായിട്ടും ഉറങ്ങാൻ പറ്റാത്ത ആള്. അതെ. അതേസമയം ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ ചിലപ്പോൾ സമാധാനമായി ഉറങ്ങുന്നുണ്ടാവാം. ഇഷ്ടപ്പെട്ട ആളെ കെട്ടിയിട്ടും സന്തോഷമില്ലാത്തവര്. എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ നേട്ടങ്ങൾ നമുക്ക് ആ ഒരു മനസ്സമാധാനം അത് ഉറപ്പു തരാത്തത്? അതിന്റെ കാരണം മൗലാന പറയുന്നത് പോലെ ഈ ലോകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പൂർണ്ണമായ ഒരു സംതൃപ്തി തരാൻ വേണ്ടിയല്ല. അതാണ് സൂറ അൽ അസ്ർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇതിലെ ഒരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ നഷ്ടബോധം, ഈ അതൃപ്തി, അതൊരു തരത്തിൽ അനുഗ്രഹമാണെന്നാണ് മൗലാന പറയുന്നത്. ഒരു റഹ്മത്തോ? അതെങ്ങനെ? കാരണം ഈ ലോകം പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനപ്പുറം ചിന്തിക്കുന്നത്, കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ തേടുന്നത്. ശരിയാണ്. എല്ലാം ഇവിടെ തന്നെ കിട്ടിയിരുന്നെങ്കിലോ ഒരുപക്ഷെ നമ്മൾ അലസരായിപ്പോയേനെ, കൂടുതലൊന്നും അന്വേഷിക്കില്ലായിരുന്നു. ഈ ഒരു അതൃപ്തിയാണ് നമ്മളെ ആത്മപരിശോധന നടത്താൻ, ഫിക്ർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ആഴത്തിൽ ചിന്തിക്കാൻ. അപ്പോ ഈ നഷ്ടം അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്നത്, അത് നമ്മളെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുക? മൗലാനയുടെ സ്വന്തം അനുഭവം പറയുന്നുണ്ടല്ലോ, ബിസിനസ്സിലെ പരാജയങ്ങളാണ് അദ്ദേഹത്തെ ഒരു അന്വേഷകനാക്കിയതെന്ന്. തീർച്ചയായും. ആ തിരിച്ചറിവ് അത് നമ്മളിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഒന്നാമതായിട്ട് വിനയം വരും. വിനയം? അതെ. ലോകത്തിലെ നേട്ടങ്ങളൊക്കെ അതൊക്കെ താൽക്കാലികമാണ്, പൂർണ്ണ സംതൃപ്തി ഇവിടെ കിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അഹങ്കാരം കുറയും. ശരിയാണ്. നമ്മുടെ ശ്രദ്ധ വെറും ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറും, കുറച്ചുകൂടി ശാശ്വതമായ കാര്യങ്ങളിലേക്ക്, ഒരുപക്ഷെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് തിരിയും. നമ്മളിപ്പോ എപ്പോഴും കേൾക്കുന്നില്ലേ, ഇവിടെ ഇപ്പോൾ ജീവിക്കുക എന്നൊക്കെ? അതെ, അത് നല്ലതാണ്. പക്ഷേ അതിനപ്പുറം ഒരു ലോകമുണ്ട്, ഈ ജീവിതം മാത്രമല്ല എല്ലാം എന്നൊരു വലിയ കാഴ്ചപ്പാട് കിട്ടും. ഈ നഷ്ടം ഒരു യാഥാർത്ഥ്യമാണെന്ന് കാണുന്നത് പ്രതിസന്ധികൾ വരുമ്പോ അതിനെ കുറച്ചുകൂടി സമചിത്തതയോടെ നേരിടാനും സഹായിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ചെറിയ സൂറത്ത് അൽ അസ്ർ മനുഷ്യന്റെ ഒരു അടിസ്ഥാന അവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു സത്യമാണ് പറയുന്നതല്ലേ? അതെ. ഈ നഷ്ടം അല്ലെങ്കിൽ ഈ ഒരു പൂർണ്ണതയില്ലായ്മ അത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് അംഗീകരിച്ച് നമ്മുടെ ചിന്തകളെയും മുൻഗണനകളെയും മാറ്റുമ്പോഴാണ് ശരിക്കുള്ള സമാധാനത്തിലേക്കും വിജയത്തിലേക്കുമുള്ള വഴി തുറക്കുന്നത്. അതാണ് മൗലാനയുടെ ഈ വിശകലനം പറയുന്നത്. കൃത്യമായി. ഇതൊരു നെഗറ്റീവ് ചിന്തയല്ല, മറിച്ച് യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാനുള്ളൊരു വഴികാട്ടിയാണ്. ശരി. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില തിരിച്ചടികൾ, അല്ലെങ്കിൽ ചിലപ്പോ തോന്നുന്ന ആ ഒരു അതൃപ്തി,
അതിനെ വെറും പരാജയമായിട്ട് മാത്രം കാണാതെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനും ചിലപ്പോൾ ആത്മീയമായ അന്വേഷണത്തിനുമുള്ള ഒരു സൂചനയായിട്ട്, ഒരു പ്രചോദനമായിട്ട് കണ്ടാല് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുന്ന രീതിക്ക് എന്ത് മാറ്റമായിരിക്കും വരിക? ഈ നഷ്ടബോധം ഒരു പോസിറ്റീവ് ശക്തിയായി മാറിയാൽ നമ്മുടെ മുൻഗണനകൾ എങ്ങനെ മാറും? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.